ഹലോ എവ്രി വൺ, ഇറ്റ്സ് മീ ചന്ദ്രു. ആൻഡ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഇന്നലെ വന്ന ഒരു അപ്ഡേറ്റിനെ കുറിച്ചാണ്. കേട്ടറ്റ് ആൻഡ് സെറ്റ് എക്സാംസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആ ഒരു അപ്ഡേറ്റും പിന്നെ നമ്മുടെ വീഡിയോസിനെ കുറിച്ചൊക്കെ ബന്ധപ്പെട്ട കുറച്ച് ഡീറ്റെയിൽസും പിന്നെ കേട്ടറ്റ് എക്സാമിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് അപ്ഡേറ്റിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇന്നലെ വൈകിട്ട് ഞാൻ ടെലഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്തായിരുന്നു. ഇപ്പോൾ വീഡിയോ കുറച്ച് താമസിച്ച് പോയി. സോ എനിവേസ് നമ്മളുടെ കേട്ടറ്റ് അതുപോലെ തന്നെ സെറ്റിന് അപ്ലൈ ചെയ്യേണ്ട അല്ലെങ്കിൽ അപേക്ഷാ തീയതി നീട്ടിയിട്ടുണ്ട്. ഓക്കെ, അതിനെക്കുറിച്ചാണ് ഫസ്റ്റ് നമുക്ക് പറയാനുള്ളത്. ഇപ്പോൾ കേട്ടറ്റിൻ്റെ അപേക്ഷ നമ്മൾ എടുക്കുകയാണെങ്കിൽ അവസാന തീയതി മെയ് 2 വരെ ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ അതിനുശേഷം മെയ് 4 മുതൽ 7 വരെ നമ്മളുടെ അപേക്ഷയിലെ തെറ്റ് തിരുത്താനുള്ള സമയമാണ്. അപ്പോൾ അതായത് പേര്, പാരൻസിൻ്റെ പേര്, ജെൻഡർ, ജനനത്തീയതി, വിദ്യാഭ്യാസ യോഗ്യത, ലാംഗ്വേജ്, ഓപ്ഷണൽ സബ്ജക്റ്റുകൾ, വിദ്യാഭ്യാസ ജില്ല എന്നിവയൊക്കെ തിരുത്താനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് മെയ് 4 മുതൽ 7 വരെ കിട്ടുമെന്നാണ് ഈ ഒരു ഓർഡർ അനുസരിച്ച് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ലാംഗ്വേജ് ഒക്കെ കൊടുത്തതിൽ ഇപ്പോൾ ഇംഗ്ലീഷ് കൊടുത്ത് മലയാളം ആക്കണം അങ്ങനെ എന്തെങ്കിലുമൊക്കെ തോട്ട്സ് നിങ്ങളുടെ മൈൻഡിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാറ്റാനുള്ള ഒരു ഓപ്ഷൻ ഒരു ടൈം നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ നിർദ്ദിഷ്ട മാതൃകയിലുള്ള ഫോട്ടോയും പുതുതായി അപ്ലോഡ് ചെയ്യുക. അപ്പോൾ ഫോട്ടോ അപ്ലോഡ് ചെയ്തപ്പോൾ എന്തെങ്കിലും എററൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ സോൾവ് ചെയ്യാനുള്ള ടൈം നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ എനിവേസ് നമ്മളുടെ ആപ്ലിക്കേഷൻ ടൈം എന്ന് പറയുന്നത് മെയ് 2 വരെ ആണ് കേട്ടറ്റിൻ്റേത്. അതിനുശേഷം നമ്മളുടെ സെറ്റ് എടുക്കുകയാണെങ്കിൽ സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് എഴുതാനുള്ള സമയപരിധി എന്ന് പറയുന്നത് 30-ാം തീയതി വരെ, മീൻസ് രജിസ്ട്രേഷൻ്റെ സമയപരിധി 30-ാം തീയതി വരെ നീട്ടിയിട്ടുണ്ട്. അതായത് ഈ മാസം 30. ഓക്കെ, അതിനുശേഷം അതിൻ്റെ എഡിറ്റിംഗ് ഓപ്ഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ തെറ്റ് തിരുത്താനുള്ള ടൈം മെയ് 3 മുതൽ 5 വരെയാണ്. അതുപോലെ തന്നെ ജൂലൈ 28-നാണ് പരീക്ഷ. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ കേട്ടറ്റിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ എന്താണ്, അതിൻ്റെ എക്സാം ഡേറ്റിൽ വ്യത്യാസമില്ല. ഈ ഒരു ആപ്ലിക്കേഷനുള്ള തീയതി കുറച്ച് ദിവസം കൂടി നിങ്ങൾക്ക് അനുവദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. സോ ഇതാണ് അപ്ഡേറ്റുകൾ. ഇനി മറ്റൊരു പോയിന്റ് പറയുകയാണെങ്കിൽ നമ്മുടെ ക്ലാസ്സസ് ആണ്. നമ്മൾ സൈക്കോളജി സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് വീഡിയോസൊക്കെ കിട്ടിയെന്ന് തോന്നുന്നു. ഞാനത് അപ്ലോഡ് ചെയ്തപ്പം ടൈം വെച്ച് സെറ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ട് പിന്നെ അതിലേക്ക് നോക്കിയില്ല. ബട്ട് എനിവേസ് നിങ്ങൾക്ക് ഒന്നിടപെട്ട ദിവസങ്ങളിൽ ആ വീഡിയോസ് കിട്ടും. അപ്പോൾ നമ്മുടെ ക്ലാസ് വീഡിയോസ് ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഏകദേശം ജൂൺ 13 വരെ എങ്ങാണ്ട്. ഓക്കെ, അപ്പോൾ അതിനുശേഷം നമ്മളുടെ ഡെയിലി റിവിഷൻസ് സ്റ്റാർട്ട് ചെയ്യുവാണ്. കാരണം നമ്മൾ കുറേ ടോപ്പിക് വീഡിയോസ് ആ ഒരു ടൈമിൽ കവർ ചെയ്യും. അതിനുശേഷം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് PYQs ഡിസ്കസ് ചെയ്യണം. അപ്പോൾ 13-ാം തീയതി കഴിഞ്ഞ് ഏകദേശം ഒരു 10 ദിവസത്തോളം നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ആ ദിവസങ്ങളിൽ PYQs ഡിസ്കസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒന്നിടവിട്ട ദിവസങ്ങളിൽ സൈക്കോളജി, ഹിന്ദി ഓൾട്ടർനേറ്റ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും വൈകിട്ട് 7 മണിക്ക് തന്നെ. ഓക്കെ, അപ്പോൾ ആ വീഡിയോസിൻ്റെ ഒരു മേക്കപ്പിലാണ് ഞാനിപ്പോൾ. ഓക്കെ, അതും വരുന്ന ടൈമിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. സോ ഗൈസ്, ഈ വീഡിയോയിൽ ഇത്ര മാത്രമേ പറയാനുള്ളൂ. സോ see you in the next. तब तक के लिए ओके बाय.